ഹായ് ഡാ മക്കളെ, നിങ്ങളുടെ സ്വന്തം ശ്രീ ലക്ഷ്മി മിസ് ആണ്. ഈ ഒരു വീഡിയോയിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയാം അല്ലെ? 1 മാർക്കിന്റെ 20 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എത്ര മാർക്കായി? 20 മാർക്കായി നമ്മുടെ കയ്യിലല്ലേ? ഇനി നമ്മുടെ മുന്നിലുള്ള സമയം കുറച്ച് സമയമേ ഉള്ളൂ. ആ സമയത്തിൽ മാക്സിമം ക്വസ്റ്റ്യൻസ്, ഫിസിക്സ് ആവട്ടെ, കെമിസ്ട്രി ആവട്ടെ, ബയോളജി ആവട്ടെ, മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഞാൻ കെമിസ്ട്രിയുടെ ഫാക്കൽറ്റി ആയതുകൊണ്ട് തന്നെ കെമിസ്ട്രിയിൽ നിന്നും 20 മാർക്കിന്റെ ചോദ്യമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് എക്സാം ഹാളിൽ പോകുമ്പോൾ കെമിസ്ട്രി ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. നിങ്ങൾ വിചാരിക്കും മിസ്സേ 1 മാർക്കിന്റെ കുറച്ച് ചോദ്യമല്ലേ ഉണ്ടാവുള്ളൂ. എടാ 2 മാർക്കിന്റെയും 3 മാർക്കിന്റെയും ചോദ്യം ഇല്ലേ? അതിലൊക്കെ എന്ത് വരും? നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യങ്ങളുടെ ഓപ്ഷൻസ് വരും. ABCD എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ടല്ലേ? ഇതിലുള്ള ചോദ്യങ്ങളായിരിക്കും. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്, നിങ്ങളിൽ വിശ്വസിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ. എക്സാം ഹാളിൽ ഫുൾ കോൺഫിഡൻസോട് കൂടി നിങ്ങൾക്ക് ഇരിക്കാനും എക്സാം എഴുതാനും കഴിയുള്ളൂ. എടാ നിങ്ങൾ ഇനി പഠിച്ചതും ബുക്ക് വായിച്ചതും നോട്ട്ബുക്ക് ഇരുന്ന് പഠിച്ചതും ഒക്കെ അവിടെ വെക്കുക. അതൊന്നും വേണ്ട എന്നല്ല. എന്നാൽ അതിന്റെ കൂടെ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്യുമ്പോൾ മാക്സിമം ടോപ്പിക്സ്, ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യാൻ സാധിക്കും. ആ ഒരു ടോപ്പിക്സ് കവർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കോൺഫിഡൻസോട് കൂടി നിങ്ങൾക്ക് എക്സാമിന് പോകാൻ സാധിക്കും. എന്റെ മക്കള് ഫുൾ കോൺഫിഡൻസ് ആണോ അല്ലയോ എന്നുള്ളത് നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. യെസ്, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ടൈം വേസ്റ്റ് ചെയ്യേണ്ട, ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉണ്ട്. യെസ്, ആദ്യത്തെ ചോദ്യം, which among the following metal is most ductile? ചുവടെ കൊടുത്തിരിക്കുന്ന ലോഹങ്ങളിൽ ഏറ്റവും ഡക്റ്റിലിറ്റി കൂടിയത് ഏതാണ്? എടാ മക്കളെ കണ്ണടച്ച് എഴുതിക്കോ. ഗോൾഡ് അല്ല എഴുതേണ്ടത്. ആരെയാണ് നമ്മൾ എഴുതേണ്ടത്? പ്ലാറ്റിനം. ആരാണ്? പ്ലാറ്റിനം. ഡക്റ്റിലിറ്റി ഏറ്റവും കൂടുതലുള്ളത് ആർക്കാണ്? നമ്മുടെ പ്ലാറ്റിനത്തിനാണ് കേട്ടോ. മാറിപ്പോവരുത്. എല്ലാ മക്കളും ഹൈവ ഗോൾഡ് ഉണ്ട്, എനിക്കറിയാം 1 ഗ്രാം ഗോൾഡ് 2 കിലോമീറ്റർ നീട്ടം വരെ നമുക്ക് ചെയ്യാൻ പറ്റുന്നു എന്നൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഗോൾഡ് ആണെന്ന് പറഞ്ഞിട്ട് ഗോൾഡ് എഴുതി വെക്കുന്ന ആളുകളുണ്ട്. ആൻസർ ഏതാണ്? പ്ലാറ്റിനം ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത്, ഗോൾഡിനും ഡക്റ്റിലിറ്റി കൂടുതലാണ്. ഇവിടെ ഏറ്റവും ഹൈയസ്റ്റ് മോസ്റ്റ് ഡക്റ്റൈൽ ആയിട്ടുള്ളത് ആരാണെന്നാണ് ചോദിച്ചത്. ഇനി അടുത്ത ചോദ്യമാണ്, ഐഡന്റിഫൈ ദ റിലേഷൻ ആൻഡ് ഫിൽ അപ്പ്. ഇതേപോലത്തെ ചോദ്യം നമ്മുടെ പരീക്ഷയ്ക്കും നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ? 2 ഓപ്ഷൻസ് തരുന്നുണ്ട്. ക്ലോക്കിൽ ഡ്രൈ സെല്ലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ലാപ്ടോപ്പിൽ എന്താണ്? ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കുക. ക്ലോക്കിൽ ഡ്രൈ സെല്ലാണ്. ലാപ്ടോപ്പ് അപ്പ് ആവട്ടെ, നമ്മുടെ മൊബൈൽ ഫോൺ ആവട്ടെ അല്ലെ, ഇതിലൊക്കെ നമ്മൾ എന്ത് സെല്ലാണ് യൂസ് ചെയ്യുന്നത്? യെസ്, ലിത്തിയം അയോൺ സെല്ലാണ്. ഏതാണ്? ലിത്തിയം അയോൺ സെല്ലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ലിത്തിയം അയോൺ സെല്ലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. റെഡി ആണല്ലോ? അപ്പോൾ നമ്മൾ എന്ത് കവർ ചെയ്യണം? യെസ്, ആ ഒരു ടോപ്പിക് നമ്മൾ കവർ ചെയ്യണം അല്ലേ? ഇവിടെ നമുക്ക് എന്താണ്? സെല്ലുകളെ കുറിച്ച് ചോദിച്ചു. ഇതേപോലെ പല സെല്ലുകളെ കുറിച്ചും ചോദിക്കാം പരീക്ഷയ്ക്ക്. പല സെല്ലുകളെ കുറിച്ചിട്ടും എന്താണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നതാണ്. ഇനി അടുത്ത ചോദ്യമാണ്, വിച്ച് ഗ്യാസ് ഇസ് ഫോംഡ്? എന്താണ് ചോദിച്ചിരിക്കുന്നത്? യെസ്, വിച്ച് ഗ്യാസ് ഇസ് ഫോംഡ് വെൻ സോഡിയം മെറ്റൽ റിയാക്ട്സ് വിത്ത് വാട്ടർ? മെറ്റലില് പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കാണ്. ഇതിൽ നിന്ന് 100% മക്കളെ ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്ക് ചെയ്തിട്ടോളൂ, പരീക്ഷയ്ക്ക് ചോദിക്കും. ഇപ്പം തന്നെ പഠിച്ചു വെച്ചോളൂ. മെറ്റലുകൾ, ഓക്കെ, മെറ്റലുകൾ എന്താണ്? ലോഹങ്ങള് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നവരാണെങ്കിൽ എന്ത് ഗ്യാസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഹൈഡ്രജൻ ഗ്യാസ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. വേറെ ഒരു ഗ്യാസ്, നമുക്കറിയാം ഓക്സിജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്, പിന്നെ പലതരത്തിലുള്ള ഗ്യാസുകൾ ഉണ്ട് അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. എന്നാൽ മെറ്റലുകൾ ആസിഡുമായിട്ട് പ്രവർത്തിക്കും, ആസിഡ് അല്ല, മെറ്റലുകൾ വാട്ടറുമായിട്ട് പ്രവർത്തിക്കുന്നവയാണെങ്കിൽ അവിടെ എന്ത് ഗ്യാസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഹൈഡ്രജൻ ഗ്യാസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി മെറ്റലുകൾ ആസിഡുമായിട്ട് പ്രവർത്തിച്ചാലും അവിടെ എന്ത് ഗ്യാസ് തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഹൈഡ്രജൻ ഗ്യാസ് തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ എന്താണ്? ഹൈഡ്രജൻ ആണ്. ഇത് ഹൈഡ്രജൻ ആണോ എന്ന് എങ്ങനെയാണ് കൺഫേം ചെയ്യാൻ പറ്റുക? യെസ്, ആ ഗ്യാസ് വരുന്ന സമയത്ത് നമ്മൾ കത്തുന്ന തീപ്പെട്ടിയോ ചന്ദനത്തിയോ കാണിക്കുന്ന സമയത്ത് അവിടെ എന്ത് സൗണ്ട് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പോപ്പ് സൗണ്ട് അല്ലെ? എന്താണ്? പോപ്പ് സൗണ്ട് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യത്തിലേക്കാണ്, ദ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ബ്രാസ് ആർ ഡാഷ് ആൻഡ് ഡാഷ്. പിച്ചളയുടെ ഘടകങ്ങൾ ഡാഷ് ഡാഷ് എന്നിവയാണ്. NMMS ക്ലാസ്സിന് പോയ ആളുകളൊക്കെ ഇത് പഠിച്ചിട്ടുണ്ടാവും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്വിസ് കോമ്പറ്റീഷനിലൊക്കെ ഒരുപാട് ചോദിക്കാറുണ്ട്. എപ്പോഴും നിങ്ങൾക്ക് മാറിപ്പോകുന്ന 2 ആളുകളുണ്ട്, ബ്രാസും ബ്രോൺസും അല്ലേ? ബ്രാസും പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ നമുക്ക് എന്തും പഠിക്കാനുണ്ട്? ബ്രോൺസും നമുക്ക് പഠിക്കാനുണ്ട്. ബ്രാസ് എന്ന് പറഞ്ഞാല് ചിച്ചളയല്ല കേട്ടോ ഗൈസ്. നമുക്ക് എന്താണ് എഴുതേണ്ടത്? പിച്ചളയാണ്. ബ്രാസ് എന്ന് പറയുന്നത് പിച്ചളയാണ്. എന്നാൽ ബ്രോൺസ് എന്ന് പറയുന്നത് എന്താണ്? വെങ്കലമാണ് അല്ലെ? വെങ്കലം. ഇങ്ങനത്തെ എഴുതുക. യെസ്, വെങ്കലമാണ് ബ്രോൺസ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ബ്രാസ് ആണെങ്കിൽ അതിൽ അടങ്ങിയിരിക്കുന്നത് ആരാണ്?
കോപ്പറും സിങ്കുമാണ്. ആരൊക്കെയാണ്? കോപ്പറും സിങ്കുമാണ്. എന്നാൽ നേരെ മറിച്ച് ബ്രോൺസിന്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത് ആരാണ്? കോപ്പറും ടിന്നുമാണ്. ഏത് വേണമെങ്കിലും ചോദിക്കാം, ഇതോ അതോ ചോദിക്കാം. ബ്രാസ് 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 ബ്രാസിലും ബ്രോൺസിലും കോപ്പർ ആണേ, കോപ്പർ ഉണ്ട്. എന്നാൽ കോപ്പറിന്റെ കൂടെ സിങ്ക് ആണെങ്കിൽ അത് ബ്രാസും, കോപ്പറിന്റെ കൂടെ ടിന്നാണെങ്കിൽ അത് ബ്രോൺസുമാണ്. ബ്രോൺസിന്റെ ടിന്ന് പാത്രം എന്ന് ആലോചിച്ചാൽ മതി, ബ്രോൺസിന്റെ ടിന്ന് പാത്രം എന്ന് ആലോചിക്കുക കേട്ടോ. യെസ്, ഇനി അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ ബെസ്റ്റ് ഇലക്ട്രിക് കണ്ടക്ടർ ഫ്രം ദ ഫോളോവിങ് മെറ്റൽസ്. താഴെ പറയുന്ന ലോഹങ്ങളിൽ ഏറ്റവും മികച്ച വൈദ്യുത ചാലകം ഏതിനാണ്? ഏറ്റവും മികച്ച വൈദ്യുത ചാലകം ഏതിനാണ്? വെള്ളിക്കാണ്, സിൽവറിനാണ് അല്ലെ, സിൽവറിനാണ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഏറ്റവും കൂടുതലുള്ളത്. ഇലക്ട്രിക് കണ്ടക്ടറായിട്ട് ഏറ്റവും കൂടുതൽ വരുന്നത് ഏതാണ്? സിൽവർ ആണ്. ശരിയാണ്, നമ്മുടെ വീടുകളിൽ വയറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇലക്ട്രിക് വയറിൽ യൂസ് ചെയ്യുന്നത് കോപ്പർ ആണെങ്കിലും ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി ഏറ്റവും കൂടുതൽ സിൽവറിനാണ്. യെസ്, നമ്മൾ എന്തുകൊണ്ടാണ്, അങ്ങനെയും ചോദിക്കും പരീക്ഷയ്ക്ക്, നമ്മൾ എന്തുകൊണ്ടാണ് സിൽവറിനെ നമ്മൾ ഇലക്ട്രിക്കൽ വയറായിട്ട് യൂസ് ചെയ്യാത്തത്? സിൽവർ കോസ്റ്റ്ലി ആണ്. നമ്മുടെ വീടുകളിൽ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഒറ്റ കാരണം, നിങ്ങൾക്ക് അറിയാവുന്ന അതേ റീസൺ തന്നെയാണ്. ഇനി അടുത്ത ചോദ്യമാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ കെമിക്കൽ ചേഞ്ച്? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അതിൽ രാസമാറ്റം കെമിക്കൽ ചേഞ്ച് ഏതാണ്? ഒറ്റ പോയിന്റ് മനസ്സിൽ വെക്കുക, കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ പുതിയൊരു സബ്സ്റ്റൻസ് ഉണ്ടാവണം, പുതിയൊരു സബ്സ്റ്റൻസ് ഉണ്ടായാൽ മാത്രമേ അതിനെ കെമിക്കൽ ചേഞ്ച് എന്ന് പറയുള്ളൂ. വാട്ടർ കണ്ടൻസ് ടു ഐസ്, വെള്ളം ഐസ് ആയിട്ട് മാറുന്നു. വെള്ളവും ഐസും ഒന്ന് തന്നെയാണല്ലേ, അതിന്റെ സ്ട്രക്ചറിന് വ്യത്യാസം വന്നേ ഉള്ളൂ അല്ലെ, സ്റ്റേറ്റിന് വ്യത്യാസം വന്നേ ഉള്ളൂ. ഒന്ന് സോളിഡും ഒന്ന് ലിക്വിഡും, ഒന്ന് ഖരവും ഒന്ന് ദ്രാവകമാണ്. അപ്പോൾ അവിടെ പുതിയ സബ്സ്റ്റൻസ് ഒന്നും ഉണ്ടാവുന്നില്ലേ. മെൽറ്റിംഗ് ഓഫ് വാക്സ്, മെഴുക് ഉരുകുന്നു, മെഴുക് ഉരുകിയാലും മെഴുക് തന്നെയാണ്, പുതിയ സബ്സ്റ്റൻസ് ഉണ്ടാവുന്നില്ല. ബേണിംഗ് ഓഫ് ഫയർവുഡ്, എന്താണ്? നമ്മുടെ വിറക് കത്തുന്നു, വിറക് കത്തിക്കഴിഞ്ഞാൽ നമുക്ക് വിറക് തിരിച്ചു കിട്ടുമോ? ഇല്ല. എന്താണ്? ചാരമാണ് അല്ലെങ്കിൽ ആഷ് ആണ്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? പുതിയ സബ്സ്റ്റൻസ് ഉണ്ടാവുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് പറയാം വിറക്. എന്താണ് പറയുന്നത്? വിറക്, എവിടെ പോയി എൻ്റെ പെന്ന്? വിറക് കത്തുന്നു എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. വിറക് കത്തുമ്പോൾ അവിടെ പുതിയൊരു സബ്സ്റ്റൻസ് ഉണ്ടാവുന്നു. വാട്ടർ ബിക്കമിങ് വാട്ടർ വേപ്പർ, വെള്ളം നീരാവിയായിട്ട് മാറുന്നു. വെള്ളവും നീരാവിയിലും എന്ത് തന്നെയാണുള്ളത്? H2O, ജലാംശം തന്നെയാണുള്ളത് അല്ലേ. അപ്പോൾ ആ ആൻസറും അല്ല. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യം, നെയിം ദ കെമിക്കൽ സബ്സ്റ്റൻസ് ആഡഡ് ടു ആർട്ടിഫിഷ്യൽ ഡ്രിങ്ക്സ് ഫോർ ഒബ്റ്റെയിനിങ് സോർ ടേസ്റ്റ്. കൃത്രിമ പാനീയങ്ങളിൽ പുളി രുചി ലഭിക്കാൻ ചേർക്കുന്ന രാസവസ്തു ഏതാണ്? ഇതെല്ലാം നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിളിൽ തന്നിട്ടുണ്ട് അല്ലെ. സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്ന് പറയുന്ന മൂന്നാമത്തെ നമ്മുടെ സൊല്യൂഷൻസ് ലായനികൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ ഏറ്റവും അവസാനത്തെ ടേബിൾ ആണിത്. ടേബിളിൽ നിന്ന് ചോദിച്ച ചോദ്യമാണ്. സോർ ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ എന്തായിരിക്കും? ഫോസ്ഫോറിക് ആസിഡ് ആയിരിക്കും. ആസിഡുകൾക്കാണ് എന്തുള്ളത്? സോർ ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ സോർ ടേസ്റ്റ്, പുളി രുചിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന കെമിക്കൽ ഏതാണ് അല്ലെങ്കിൽ സബ്സ്റ്റൻസ് ഏതാണ്? യെസ്, കെമിക്കൽ സബ്സ്റ്റൻസ് ഫോസ്ഫോറിക് ആസിഡ് ആണ് കേട്ടോ. ഫോസ്ഫോറിക് ആസിഡ് ആണ്. നമ്മുടെ ടേബിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, കണ്ടോ നിങ്ങൾ? യെസ്, ടാർട്രസിൻ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? കളറിന് വേണ്ടിയിട്ടാണ്, യെല്ലോ കളറിന് വേണ്ടിയിട്ടാണ്. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാം എറിത്രോസിൻ, എന്തിനാണ്? റെഡ് കളറിന് വേണ്ടിയിട്ടാണ്. RED, എറിത്രോസിൻ. ഓക്കെ, വാനിലിൻ എന്താണ്? ടേസ്റ്റിന് അല്ലെ, നമുക്കറിയാം വാനില ടേസ്റ്റ്. ഇനി ഫോസ്ഫോറിക് ആസിഡ് സോർ ടേസ്റ്റിനാണ്. അലൈൽ ഹെക്സണേറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? പൈനാപ്പിളിന്റെ സ്മെല്ലിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന്റെ മലയാളം സ്ലൈഡും ഉണ്ട്. ഇതിൽ നിന്നാണ് ആ ചോദ്യം വന്നിരിക്കുന്നത്. ഇനി നമ്മൾ എങ്ങോട്ടേക്കാണ്? നെക്സ്റ്റ് ടോപ്പിക്കിലേക്കാണ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്കാണ്. നേരത്തെ കണ്ട അതേ ചോദ്യം തന്നിരിക്കുന്നു എന്നേ ഉള്ളൂ അല്ലേ. അവിടെ മെർക്കുറി സെൽ ഒരു എക്സാമ്പിൾ ഡിഫറെന്റ് ആണെന്നേ ഉള്ളൂ. എന്താണ്? മെർക്കുറി സെല്ലുകൾ ഉപയോഗിക്കുന്നത് വാച്ചസിലും കാൽക്കുലേറ്റേഴ്സുമാണ്. ലാപ്ടോപ്സും മൊബൈൽ ഫോണും അതേ ചോദ്യം തന്നെയാണ്, അതേ ആൻസർ തന്നെയാണ്. ലാപ്ടോപ്സിലും മൊബൈൽ ഫോണിലും നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്? യെസ്, ലിഥിയം അയോൺ സെല്ലാണ് അല്ലെ. ലിഥിയം അയോൺ സെല്ലാണ്. ലിഥിയം അയോൺ സെല്ലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ഇങ്ങനെയും ചോദിക്കാം. എപ്പോഴും നമുക്ക് എന്താണ്? രണ്ടാളുകളെ തന്നിട്ട് കമ്പയർ ചെയ്ത് ചോദിച്ചോളന്നില്ല, ജസ്റ്റ് സിംഗിൾ ആയിട്ടും ചോദിക്കാം. ദ സെൽ യൂസ്ഡ് ഇൻ മൊബൈൽ ഫോൺസ് ഏതാണ്? മൊബൈൽ ഫോൺസ് ആൻഡ് ലാപ്ടോപ്സ് ഈ പറഞ്ഞ ലിഥിയം അയോൺ സെല്ലാണല്ലേ. ഇനി മൊബൈൽ ഫോണും ലാപ്ടോപ്പും നമ്മൾ ഒഴിവാക്കി, അതല്ലാതെ തന്നെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ്? ഡ്രൈ സെൽ ഉപയോഗിക്കുന്നത് റേഡിയോകൾ, ക്യാമറകൾ, അതുപോലെ നമ്മുടെ റിമോട്ടിൽ, ഞാൻ റിമോട്ട് ഉണ്ടോ എന്ന് തപ്പ് വരുന്നതാ, റിമോട്ടുകളിൽ, ടോയ്സിലൊക്കെ നമ്മൾ ഡ്രൈ സെല്ലുകളാണ് യൂസ് ചെയ്യുന്നത്. ഇനി മെർക്കുറി സെൽ എവിടെയാണ്? ഇമ്പോർട്ടൻ്റ് ആണ്. മെർക്കുറി സെൽ എവിടെയാണ്? വാച്ച് അല്ലേ, നമ്മുടെ വാച്ചിൽ ബാറ്ററി ഇട്ട് ഉപയോഗിക്കുന്ന വാച്ചില്ലേ, അത് വാച്ചസിൽ.
കാൽക്കുലേറ്റേഴ്സിൽ, അതുപോലെ തന്നെ നമ്മുടെ മൈക്കിൻ്റെ, അതേപോലെ ഇലക്ട്രിക്കൽ ചെറിയ 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 എന്തുണ്ട് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റ്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് മെർക്കുറി സെല്ലാണ്. ബട്ടൺ സെൽ എന്നും പറയും, ചെറിയ വട്ടത്തിലുണ്ടാവും. ഇനി നിക്കൽ കാഡ്മിയം സെൽ എന്താണ്? റീചാർജബിൾ ടോർച്ചുകളിലെ ടോർച്ച് നമുക്ക് ചാർജ് ചെയ്ത് ഉപയോഗിക്കുന്ന ടോർച്ചുകളില്ലേ, അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത് നിക്കൽ കാഡ്മിയം സെല്ലാണ്. വലിയ DSLR ക്യാമറയിൽ ഉപയോഗിക്കുന്നതും നിക്കൽ കാഡ്മിയം സെല്ലാണ്. ലിഥിയം അയോൺ സെല്ല് മൊബൈൽ ഫോണും ലാപ്ടോപ്സും. ഇതിൽ നിന്ന് ഒരു രീതിയിലും കൂടി പരീക്ഷയ്ക്ക് ചോദിക്കും, ഈ തന്നതിൽ ഏതാണ് റീചാർജബിൾ സെൽ? റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന സെല്ല് ഏതാണ്? എൻ്റെ മക്കൾ എന്തായാലും പറയും മിസ്സേ നിക്കൽ കാഡ്മിയം സെല്ലാണ്, ദാ റീചാർജബിൾ ഇവിടെ ഉണ്ട്. എടാ നിക്കൽ കാഡ്മിയം സെല്ല് മാത്രമല്ല, മൊബൈൽ ഫോണ് ഉപയോഗിച്ചു ചാർജ് തീർന്നു ബാറ്ററി എടുത്ത് കളയോ? ഇല്ല, നമ്മൾ റീചാർജ് ചെയ്തിട്ടല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ലിഥിയം അയോൺ സെല്ലും എന്ത് തന്നെയാണ്? അതിന്റെ എക്സാമ്പിൾ തന്നെയാണ് കേട്ടോ. ഈ രണ്ട് സെല്ലുകളുമാണ് റീചാർജബിൾ സെൽസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, അലൂമിനിയം ഫോയിൽ is used to wrap sweets. Which of the following metallic property is responsible for this? ഡയറി മിൽക്കിലും അതുപോലെ തന്നെ പല മുട്ടായികളും അലൂമിനിയം ഫോയിൽ പേപ്പർ കൊണ്ട് പൊതിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക അല്ലേ. അതെന്തുകൊണ്ടാണ്? അലൂമിനിയത്തിന്റെ മാലിബിലിറ്റി കൊണ്ടാണ് അല്ലേ. നമുക്ക് അടിച്ച് പരത്തി തിൻ ഷീറ്റാക്കി മാറ്റാൻ സാധിക്കുന്നു. അപ്പൊ ഇവിടെ വരുന്ന പ്രോപ്പർട്ടിയാണ് മാലിബിലിറ്റി. മാലിബിലിറ്റി എന്ന് പറഞ്ഞാൽ അടിച്ചു പരത്തി തിൻ ഷീറ്റാക്കാൻ സാധിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക്, റൈറ്റ് ആൻ എക്സാമ്പിൾ ഫോർ എ സൊല്യൂഷൻ ഇൻ വിച്ച് സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ് ആർ സോളിഡ്. സൊല്യൂട്ടും സോൾവെന്റും, ഒരു സൊല്യൂഷൻ വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ലീനവും ലായകവും അല്ലെ, സൊല്യൂട്ടും സോൾവെന്റും വേണം. ഈ സൊല്യൂട്ടും സോൾവെന്റും സോളിഡ് ആയിട്ടുള്ള കേസ് ഏതാണ്? എടാ ഓപ്ഷൻസ് വായിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടുവേ. നിങ്ങൾ നോക്കിക്കേ, സോഡ വാട്ടർ, സോഡ വാട്ടറിനകത്ത് സോഡ ഗ്യാസ് ആണ്, വാട്ടർ വെള്ളമാണ് അല്ലേ. ഇനി ഇവിടെ നോക്കിക്കേ, സലൈൻ ഉപ്പ് ലായനി, സലൈൻ വാട്ടർ എന്നുണ്ടേ. സലൈൻ വാട്ടർ അഥവാ ഉപ്പ് ലായനി, അവിടെ എന്താ പ്രത്യേകത? യെസ്, ഉപ്പ് സോളിഡ് ആണ്, ലായനി വെള്ളം എന്താണ്? ലിക്വിഡ് ആണ്. എന്നാൽ ബ്രാസിന്റെ അകത്ത് എന്തൊക്കെയാ? നമ്മൾ തൊട്ട് മുന്നേ ക്വസ്റ്റ്യനിൽ കണ്ടു, കോപ്പർ ആൻഡ് സിങ്ക് ആണ്. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ് വരുന്നത്? ബ്രാസ് ആണ്. കാരണം കോപ്പറും സിങ്കും എന്താണ്? സോളിഡ് സ്റ്റേറ്റ് ആണ് അല്ലേ. യെസ്, അപ്പൊ നമ്മൾ ആ ചോദ്യം കണ്ടു. ഇനി അടുത്ത ചോദ്യത്തിലേക്കാണ്. നമ്മുടെ മുന്നിൽ സമയമില്ല, കാരണം ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യണം. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എൻ്റെ മക്കൾക്ക് 20 മാർക്ക് നേടണം. അതുകൊണ്ടാണ് ഓക്കെ. അപ്പൊ പറയുന്ന ഈച്ച് ആൻഡ് എവറി ക്വസ്റ്റ്യൻസ് ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയി മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നത് കേട്ടോ. ഇനി അടുത്ത ചോദ്യം, Which of the following is a chemical change? ഞാൻ പറഞ്ഞു കെമിക്കൽ ചേഞ്ച് എന്ന് മനസ്സിൽ കണ്ടാൽ ഉറപ്പിച്ചോളൂ പുതിയ സബ്സ്റ്റൻസ് ഉണ്ടായിരിക്കണം. ഇതുപോലെ പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കും. ഓക്കെ, ചോപ്പിംഗ് ഫയർവുഡ് ഇൻടു സ്മോൾ പീസസ്. വിറക് വെട്ടുന്നു. അയ്യോ വെട്ടുന്നു എവിടെ പോയി ഗൈസ്? വെട്ടുന്നു. എന്താണ്? വിറക് വെട്ടുന്നു. പുതിയ സബ്സ്റ്റൻസ് ഉണ്ടാവുന്നുണ്ടോ? വിറക് തന്നെയല്ലേ, ചെറിയ ചെറിയ പീസസ് ആയിരുന്നേ ഉള്ളൂ. ദ കാൻഡിൽ ഇസ് ബേണിംഗ്. മെഴുകുതിരി കത്തുന്നു. എടാ ഒന്ന് ആലോചിക്കേ, മെഴുക് ഉരുകുന്നു എന്നല്ല പറഞ്ഞത്, മെഴുകുതിരി കത്തുന്നു. മെഴുകുതിരി കത്തിക്കഴിഞ്ഞാൽ അവിടെ എന്താവും? ആ മെഴുകുതിരി ഇങ്ങനെ ചാരമായിട്ട് മാറൂലേ. തിരി കത്തുമ്പോൾ അത് ചാരമായിട്ട് മാറില്ലേ? തിരി പോലെ ഇരിക്കൂ? ഇല്ല അല്ലേ. ആ മെഴുകുതിരി കത്തി തീരുകയാണ് ചെയ്യുന്നത്. മെൽറ്റിംഗ് ഓഫ് വാക്സ്. മെഴുകല്ല, എന്താ നമ്മൾ പറയാം, മെഴുക് ഉരുകുന്നത് എന്താണ്? യെസ്, നമ്മുടെ ഫിസിക്കൽ ചേഞ്ച് ആണ്, ഭൗതിക മാറ്റമാണ് കേട്ടോ. ഇനി വാട്ടർ ബിക്കംസ് ഐസ്. കെമിക്കൽ ചേഞ്ച്. എല്ലാ ഉത്തരം കിട്ടിക്കഴിഞ്ഞു. അപ്പൊ എപ്പോഴും എക്സാമ്പിൾസ് കണ്ടാൽ നിങ്ങൾ ഇമാജിൻ ചെയ്യുക, പുതിയ സബ്സ്റ്റൻസ് ഉണ്ടാവുന്നുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അത് കെമിക്കൽ ചേഞ്ച് ആണ്, ഇല്ലെങ്കിൽ അത് ഫിസിക്കൽ ചേഞ്ച് ആണ്. കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ രാസമാറ്റവും, ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഭൗതിക മാറ്റമാണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യത്തിലേക്കാണ്, ഫൈൻഡ് ദ റിലേഷൻ ആൻഡ് ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ്. കോമൺ സോൾട്ട് സൊല്യൂഷനിൽ നിന്നും സോൾട്ടിനെ സെപ്പറേറ്റ് ചെയ്യാൻ ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കുന്നു. എന്താണ്? ഉപ്പ് ലായനിയിൽ നിന്നും ഉപ്പിനെ സെപ്പറേറ്റ് ചെയ്യാൻ സ്വേദനം ഉപയോഗിക്കുന്നു. അതെ, അറിയാം, ഇത് ഫസ്റ്റ് ടേം ആണ്. ഫസ്റ്റ് ടേമിൽ നിന്നും പരീക്ഷയ്ക്ക് ചോദിക്കും. വെറുതെ നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മുടെ കയ്യിലുള്ള മാർക്ക് നമ്മൾ കളയരുത്, ഒന്ന് ഡിസ്കസ് ചെയ്യാനല്ലേ ഉള്ളൂ. യെസ്, മിക്സ്ചർ ഓഫ് എത്തനോൾ ആൻഡ് മെത്തനോൾ. എത്തനോളും തമ്മിൽ കൂടിക്കലർന്നാൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ എന്താണ് ഉപയോഗിക്കേണ്ടത്? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഏതാണ്? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആണ്. അപ്പം നമ്മൾ ഇവിടെ എഴുതാൻ പോവാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. മലയാളത്തിൽ നമ്മൾ എന്താണ് പറയുന്നത്? അംശിക സ്വേദനം. എന്താണ്? അംശിക സ്വേദനമാണ്, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആണ്. എൻ്റെ മക്കൾക്ക് ക്ലിയർ ആണോ? യെസ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക്, നേരത്തെ കണ്ട അതേ ചോദ്യം
വേറൊരു എക്സാമ്പിൾ ആയിട്ട് ചോദിച്ചതേ ഉള്ളൂ. അലൂമിനിയം ഫോയിൽ ഇസ് യൂസ്ഡ് ടു പാക്ക് ഫുഡ്. വിച്ച് പ്രോപ്പർട്ടി ഓഫ് അലൂമിനിയം ഇസ് യൂസ്ഡ് ഹിയർ? ഏതാണ്? മാലിയബിലിറ്റി ആണല്ലേ. നമ്മൾ നേരത്തെ കണ്ടു മാലിയബിലിറ്റി പ്രോപ്പർട്ടി. അടിച്ചു പരത്തി തിൻ ഷീറ്റ് ആക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചപ്പാത്തിയും പൊറാട്ടയും ചിക്കനും ഒക്കെ നമ്മൾ പൊതിയാണ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, സം ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് ടു സൊല്യൂഷൻസ് ആർ ഗിവൻ ബിലോ. യെസ്, ഇങ്ങനത്തെ ഒരു ചോദ്യം നമ്മൾ ഇത്രയും നേരം കണ്ടിട്ടില്ല അല്ലേ. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. സൊല്യൂഷനുമായിട്ട് ലൈനുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചുവടെ തന്നിരിക്കുന്നു. അതിലെ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓൾ സൊല്യൂഷൻസ് ആർ ലിക്വിഡ്സ്. ശരിയാണോ? അല്ല. ഓൾ സൊല്യൂഷൻസ്, എല്ലാ സൊല്യൂഷൻസും ലിക്വിഡ് ആവണമെന്നില്ല കേട്ടോ. എല്ലാ സൊല്യൂഷൻസും ലിക്വിഡ് സ്റ്റേറ്റ് ആവണമെന്നില്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, ഓൾ സൊല്യൂഷൻസ് ലിക്വിഡ് എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. ഇനി ഓൾ ട്രൂ സൊല്യൂഷൻസ് ആർ ഹോമോജീനിയസ് മിക്സ്ചേഴ്സ്. യഥാർത്ഥ ലായനികൾ ഏകാത്മക മിശ്രിതമാണ്. ആണ്. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ട്രൂ സൊല്യൂഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? അത് ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. യഥാർത്ഥ ലായനി എന്താണ്? യെസ്, ഈ പറഞ്ഞ ഏകാത്മക മിശ്രിതമാണ്. കറക്റ്റ് ആണ്. കറക്റ്റ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് അടുത്ത ഓപ്ഷൻ വായിക്കാതെ പോകരുത് കേട്ടോ. ചിലപ്പോൾ അതും എന്തായിരിക്കാം? ആൻസർ ആയിരിക്കാം. വായിച്ചു നോക്കാം. സബ്സ്റ്റൻസ് ദാറ്റ് ഇസ് പ്രസന്റ് ഇൻ ഗ്രേറ്റർ ക്വാണ്ടിറ്റി ഇസ് നോൺ ആസ് സൊല്യൂട്ട്. ലായനിയിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥത്തെ ലീനം എന്ന് പറയുന്നു. ലീനം എന്നാണോ പറയാ? അല്ല, നമ്മൾ എന്താ പറയാ? സോൾവെന്റ് എന്നാണ് പറയാ അല്ലെ. എന്താണ് പറയുന്നത്? സോൾവെന്റ്. സോൾവെന്റിന് നമ്മൾ മലയാളത്തിൽ എന്താണ് പറയാ? ലായകം എന്നാണ് പറയാ. ലായകം എന്നാണ് നമ്മൾ പറയുന്നത്. സെറ്റ് ആണല്ലോ. അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ബ്രാക്കറ്റ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഹീറ്റ്, ലൈറ്റ്, ഇലക്ട്രിസിറ്റി. എന്താണ്? താപം, പ്രകാശം, വൈദ്യുതി. തന്ന ഇക്വേഷൻ എന്താണ്? മെഗ്നീഷ്യം HCl-യുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് മെഗ്നീഷ്യം ക്ലോറൈഡും ഹൈഡ്രജൻ വാതകവും ഉണ്ടാവുന്നു. മെഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു ഗിവ്സ് ഉണ്ട്. എന്താണ്? മെഗ്നീഷ്യം ക്ലോറൈഡും ഹൈഡ്രജനും ഉണ്ടാവുന്നു. അത് നമുക്കറിയാം. ആസിഡ്, ഞാൻ നേരത്തെ പറഞ്ഞു, മെറ്റലുകൾ ആസിഡുമായിട്ട് പ്രവർത്തിച്ചാൽ ഹൈഡ്രജൻ വാതകമാണ് ഉണ്ടാവുന്നത്. ആ ടെസ്റ്റ് ട്യൂബ് ഒന്ന് തൊട്ട് നോക്കിക്കേ, ചൂട് അനുഭവപ്പെടും അല്ലേ. ചൂട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? യെസ്, ഇവിടെ ലിബറേറ്റ് ചെയ്യുന്നത് ഹീറ്റ് ആണ്, താപമാണ് അല്ലെ. എന്താണ്? താപമാണ്, ഹീറ്റ് ആണ്, ചൂട് അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക കേട്ടോ. ഇത് ഏതിന്റെ ഉദാഹരണമാണ്? ഈ ഒരു എക്സാമ്പിൾ തന്നിട്ട് ഒരു ഓപ്ഷൻ ആയിട്ട് ചോദിക്കും, ഇത് ഏത് ടൈപ്പ് ഓഫ് എനർജി ആണ് ഇവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് ഏത് ടൈപ്പ് ഓഫ് കെമിക്കൽ ചേഞ്ച് ആണ്? ഹീറ്റ് എനർജി ആയതുകൊണ്ട് തന്നെ തെർമോ കെമിക്കൽ റിയാക്ഷൻ ആണല്ലേ. ഏതാണ്? താപരാസ പ്രവർത്തനമാണ്. ആ ഒരു പോയിന്റും കൂടി നിങ്ങളുടെ മനസ്സിലുണ്ടാവണം കേട്ടോ. ഇനി which is the solute present in dilute hydrochloric acid. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡിൽ കാണപ്പെടുന്ന ലീനം എന്താണ്? ഡൈല്യൂട്ട് HCl. നമുക്ക് എന്തൊക്കെയുണ്ട്? HCl-ഉം ഉണ്ട്, വാട്ടറും ഉണ്ട് അല്ലേ. അതിൽ HCl എന്ന് പറയുന്നത് എന്താണ്? യെസ്, നമ്മൾ ഈ പറഞ്ഞ സൊല്യൂട്ടാണ്, ലീനമാണ്. നേരെ മറിച്ച് വാട്ടർ എന്താണ്? സോൾവെന്റ്. ഏറ്റവും കൂടുതലുള്ളതാണ് വാട്ടർ, സോൾവെന്റ് ആണ്, ലായകമാണ്. ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉള്ളതിനെയാണ് നമ്മൾ ലീനം എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, which one of these metals react vigorously with dilute HCl? മുകളിൽ നൽകിയിരിക്കുന്നവയിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് തീവ്രമായി പ്രവർത്തിക്കുന്ന ലോഹം ഏതാണ്? ഡൈല്യൂട്ട് HCl-യുമായിട്ട് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്ന ആളാണ് Mg. മെഗ്നീഷ്യം. മെഗ്നീഷ്യം ആണ് എന്ത് ചെയ്യുന്നത്? ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ളത് കേട്ടോ. എന്താണ്? ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ളത്. പിന്നെ വരുന്ന ആളാണ് സിങ്ക്, പിന്നെ വരുന്ന ആളാണ് അയൺ. കോപ്പർ എന്ത് ചെയ്യില്ല? HCl-യുമായിട്ട് റിയാക്ട് ചെയ്യില്ല. പരീക്ഷയ്ക്ക് ചോദിക്കും. തന്നിരിക്കുന്നതല്ല, ആസിഡുമായിട്ട് HCl-യുമായിട്ട് റിയാക്ട് ചെയ്യാത്തത് ആരാണ്? കോപ്പർ ആണ് റിയാക്ട് ചെയ്യാത്തത്. നന്നായിട്ട് റിയാക്ട് ചെയ്യുന്ന ആളാരാണ്? മെഗ്നീഷ്യം ആണ്. ഇനി അടുത്ത ചോദ്യം, which gases evolved when metal reacts with dilute HCl? മെറ്റലുകൾ ആസിഡുമായിട്ട് പ്രവർത്തിച്ചാൽ ഞാൻ പറഞ്ഞു ഹൈഡ്രജൻ ഗ്യാസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. ലോഹം എന്താണ്? യെസ്, ആസിഡുമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തു പറയാം? ഹൈഡ്രജൻ ആസിഡ്. യെസ്, ആസിഡുമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രജൻ വാതകമാണ് ഉണ്ടാവുന്നത്. സംശയിക്കേണ്ട. മെറ്റൽ, വാട്ടർ, ഹൈഡ്രജൻ ആണ്. മെറ്റൽ, ആസിഡും ഹൈഡ്രജൻ ആണ്. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. 20ാമത്തെ ചോദ്യമാണ്. ഓൾ സൊല്യൂഷൻസ് ആർ ഹോമോജീനിയസ് മിക്സ്ചർ. ഡു യു എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ്? എല്ലാ ലായനികളും ഏകാത്മക മിശ്രിതമാണ്. നമ്മൾ നേരത്തെ കണ്ടു അല്ലെ. സൊല്യൂഷൻസ്, ട്രൂ സൊല്യൂഷൻസ് എന്താണ്? ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? യെസ്, ശരിയാണ്. ഓൾ സൊല്യൂഷൻസ് ആർ ഹോമോജീനിയസ് മിക്സ്ചർ. കാരണം സൊല്യൂഷൻസിന്റെ പ്രോപ്പർട്ടിയാണ് അവരുടെ ഹോമോജീനിയസ് മിക്സ്ചർ എന്നുള്ളത്.
അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 20 ചോദ്യം നമ്മൾ കണ്ടു. 20 ചോദ്യം എൻ്റെ മക്കൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ കയ്യിൽ 20 മാർക്കാണ് ലഭിച്ചത്. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോവുക. എക്സാം ഹാളിൽ നമ്മൾ ചോദിച്ച പല ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല നമ്മുടെ ഫ്രണ്ട്സിനെ ഒക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്തൂടെ? യെസ്, ഫ്രണ്ട്സിലേക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ വീഡിയോ ഷെയർ ചെയ്യുക. മാത്രമല്ല നിങ്ങൾക്ക് എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റണം. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്, സെറ്റാണ് മിസ്, എനിക്ക് മനസ്സിലായി, എനിക്ക് ഫുൾ കോൺഫിഡൻസ് ആണെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമന്റുകൾ ക്ലിയർ ആണോ സെറ്റ് ആണോ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. എക്സാം അടിപൊളിയായിട്ട് നിങ്ങൾ എഴുതുക. മാത്രമല്ല ഇഷ്ടപ്പെട്ടാൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് എന്ത് ചെയ്യാം? യെസ്, നമുക്ക് ഇപ്പോൾ ബബായ് പറയാം. ഇനിയും നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ ലൈവ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓൾ ദി വെരി ബെസ്റ്റ്. എക്സാം നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ സാധിക്കട്ടെ. ബബായ്.